ദിവസവും പുതിയ ടിപ്സുകൾ ലഭിക്കുന്നതിന് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓരോ ടിപ്സുകളുടെയും നോട്ടിഫിക്കേഷൻസ് മുടങ്ങാതെ നിങ്ങൾക്ക് കിട്ടുന്നതിന് ബെൽ ബട്ടൺ കൂടി അമർത്തുക. ഹലോ, ഗുഡ് മോർണിംഗ്. പുട്ടുപൊടി ഉണ്ടാക്കുന്ന ഒരു വിധം കാണിച്ചു. ഇപ്പോൾ ലോക്ക്ഡൗൺ അല്ലേ, ഈ സമയത്ത് നമുക്ക് പുട്ടുപൊടി കിട്ടാൻ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ എളുപ്പ വഴി കാണിക്കാമെന്ന് വിചാരിച്ചായിരുന്നു. ഇത് നമ്മുടെ പുഴുക്കലരി അല്ലെങ്കിൽ ബ്രൗൺ റൈസ് എന്ന് പറയും അല്ലേ. ഈ സാധനം നിങ്ങൾ തലേ ദിവസം വെള്ളത്തിലിടുക. വെള്ളത്തിലിട്ട് കഴിയുമ്പോൾ ഇതുപോലെ ആയിക്കിട്ടും. വെള്ളമെല്ലാം ഊറ്റിക്കളയുക. ഊറ്റിക്കളഞ്ഞതിന് ശേഷം ഇതുപോലെ ആയിക്കഴിയുമ്പോൾ നിങ്ങൾ ഈ സാധനം മിക്സിയിലിട്ടടിക്കുക. ഇതുണ്ട്, മിക്സിയിലിട്ടടിച്ചുമ്പോൾ നിങ്ങൾ സാധാരണ സെയിം അതേപോലെ തന്നെ പുട്ടുപൊടി നനച്ച് എല്ലാം റെഡിമെയ്ഡായിട്ട് കൈ കിട്ടുക. ഈ സാധനം ഇതാണ് പുട്ടുപൊടി. ഞാൻ ഉപ്പ് നീരൊഴിച്ചപ്പം ഇതേപോലെ തന്നെ. ഇനി പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഈ സാധനം നേരെ നമ്മൾ പുട്ട് കുറ്റിക്കകത്താക്കി നമ്മൾ ആവി കയറ്റി ഇതിനെ ഈ പരുവ ആയി നിങ്ങളുടെ കിട്ടും. എളുപ്പ വഴിയാണ്. ഇനി ആരെങ്കിലും പുട്ടി ചോദിച്ചാൽ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാമെന്നൊരു പരിപാടിയുള്ളൂ. ചില ദിവസം അരി വെള്ളത്തിൽ ഇടണമെന്ന് മാത്രമേ ഉള്ളൂ. തേങ്ങയൊക്കെ ഇട്ട് പിന്നെ ഇങ്ങനെ ആക്കി എടുത്തു കഴിയുമ്പോൾ ഇതിൻ്റെ കൂടെ പഴമോ അല്ലെങ്കിൽ കടലക്കറിയോ ഉപയോഗിച്ച് ചായയും കൂടെ കുടിച്ചു കഴിഞ്ഞാൽ രാവിലത്തെ ആഹാരം നല്ല സൂപ്പർ. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. എളുപ്പ വഴിയാണ്, ലാഭകരമാണ്. പ്രത്യേകിച്ച് ഒരുപാട് പൈസയൊന്നും മുടക്കേണ്ട ആവശ്യമില്ല. പുട്ടുപൊടി പുറത്തുനിന്ന് മേടിക്കുന്നതിനേക്കാളും നല്ല ലാഭമാണ്. ഈ സമയത്ത് നിങ്ങൾക്ക് ലാഭവും കൂടെ ആയിക്കോട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി ബോംബെയിൽ നിന്നും നായികാവിലെ റണി.